പെണ്ണിന് പകരം വണ്ടിയെ പ്രണയിച്ചവനാണ് ഞാൻ. ഇപ്പോൾ വിവാഹപ്രായമായി ദാമ്പത്യത്തിലേക്ക് കടക്കുന്നു. എനിക്കുള്ള ഉപദേശം എന്തായിരിക്കും? ദാമ്പത്യത്തിലേക്ക് കടന്നുല്ലേ? ദാമ്പത്യത്തിലേക്ക് കടക്കുന്നു. എനിക്കുള്ള ഉപദേശം എന്തായിരിക്കും? വണ്ടി മാറ്റി വെക്കണം, ഇല്ലേ പെണ്ണു പോവും. ട്രെൻഡാണ് ഈ വണ്ടി സ്നേഹിക്കുന്നത്, എന്തോ വലിയ സംഭവമാണെന്ന്. അല്ല, അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ആദ്യം കിട്ടിയ ഒരു കാർ ഒരു സാൻഡ്രോ, ഒരു ബ്ലാക്ക് കാറായിരുന്നു. അതിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. വേറെ എത്രയൊക്കെ കാർ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും ആദ്യത്തെ ആ സാൻഡ്രോ അത് നമ്മുടെ കൈ വന്ന ആ ദിവസവും നമ്മളത് കൊണ്ടു നടന്നതും ആദ്യം പോയ സ്ഥലങ്ങളും ഒക്കെ അതൊക്കെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്. എന്നാലും ബൈക്ക് അതുപോലെയാണ്. ബൈക്ക് നമ്മൾ കുറേ നമ്മുടെ കൂടുള്ള ഒരു ബൈക്ക് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ചുമ്മാ കയറി ഇരുന്നാൽ മതി, അവനറിയാം വഴികളല്ല, അവനങ്ങ് കൊണ്ടുപോയിക്കോളും. നമ്മുടെ ഇന്നർ മൈൻഡിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ കൈ അതിനനുസരിച്ച് ചലിച്ചോളും. അതങ്ങനെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് വലിയ എഫേർട്ടൊന്നുമില്ല, അതങ്ങനെ അങ്ങ് പൊക്കോളും എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. എന്ന് പറയുന്ന പോലാണ് ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും, പക്ഷെ പെൺകുട്ടികൾക്കും ഉണ്ട്, ഇപ്പൊ കൂടുതലുണ്ട് വണ്ടികളോട് ഉള്ള ഒരു ക്രേസ് ഉണ്ട്. ഇഷ്ടമുള്ളവരുണ്ട്. അറിയില്ല? അയ്യോ, കാര്യമായി, നാട്ടുകാർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടുത്തെ ട്രാഫിക് ഒക്കെ എന്താ ആയിരുന്നിരിക്കും. പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അതായത് നമ്മള് വല്ല വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങ് പോണം. ഞാൻ ചെയ്യാറുണ്ട്. ബോറടിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് പോകത്തില്ല. ചിലപ്പം വീട്ടിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. വെറുതെ വണ്ടി എടുത്തോണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒരു ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഈ വിഷമം വന്നിട്ട് വണ്ടി എടുത്ത് പെട്ടെന്ന് പോണ ആൾക്കാരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ദേഷ്യമൊക്കെ വരുമ്പോ വണ്ടി പോകരുത്. ദേഷ്യം വരുന്നുണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകരുത്. അതിലും നല്ലത് വർക്കൗട്ട് ചെയ്യുന്നതാണ്. നിങ്ങളൊരു ട്രെഡ്മില്ലുണ്ടെങ്കിൽ ട്രെഡ്മില്ലേക്ക് കയറി ഓടുക, അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ്, ജിമ്മിൽ പോകാൻ പറ്റുമെങ്കിൽ ജിമ്മിൽ പോകും. ദേഷ്യം വെച്ചോണ്ട് അവിടെ പോയാലും തല്ലാനല്ല, അത് നമ്മുടെ ആ എനർജി ഉണ്ടല്ലോ അതങ്ങോട്ട് ചാനലൈസ് ചെയ്ത് വിടുകയാണ്. വെയിറ്റ് അതാണ് സൂര്യനെ കാണുന്ന പോലെ ബ്രേക്കപ്പ് ആവുന്നുണ്ട്. ഓരോ വലിയ അച്ചീവ്മെന്റ്സിന് പുറകിലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയ തേപ്പെങ്കിലും കാണും. സത്യം ആണോ? എങ്ങനെയല്ലേ? അതല്ല, ഞാൻ ആലോചിച്ചിട്ടുണ്ടേ, നമ്മുടെ ചില സമയത്ത് നമ്മള് ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ മറ്റേ സത്യാഗ്രഹം, ഓരോ സ്ട്രൈക്ക്, അങ്ങനെയൊക്കെ റെവല്യൂഷൻ സൃഷ്ടിച്ച ആൾക്കാരാണ്. നമുക്കിപ്പൊ അത്ര പണിയൊന്നും ഇല്ല. അപ്പൊ ഒരു ബ്രേക്കപ്പ് ഒക്കെ സഹിക്കാം അല്ലേ? ഇപ്പോഴത്തെ ആൾക്ക് ഇപ്പം സഹിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് ഒരു വീട്ടിൽ ഒരാളും രണ്ടാളും ഒക്കെ ആയിട്ടാണ് വളർന്നു വരുന്നത്. അപ്പം അവർക്കധികം കോംപ്രമൈസുകൾ ചെയ്ത് വലിയ ശീലമില്ല. അപ്പം ഞാൻ പറയുന്ന ഒരു ഇഷ്ടം ഒരാൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര പാടാണ്.